ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷുക്കാലത്ത് റിലീസായ ചിത്രങ്ങൾക്ക് ഈസ്റ്റർ ദിനം പൊന്നും വിലയുള്ള ദിനമായി മാറി. എല്ലാ സിനിമയ്ക്കും മികച്ച രീതിയിലുള്ള കുതിച്ചുയർന്ന കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ. ബസൂക്കയുടെ കളക്ഷൻ കുതിച്ചുയരുന്നതും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. 3 സിനിമകൾ കൂടി ഇക്കുറി നേടിയിരിക്കുന്നത് 100 കോടിയോളമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകളിലേക്ക് വരാം. ഇപ്പോൾ 12 ദിനത്തിലേക്ക് അല്ലെങ്കിൽ 12ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ 3 സിനിമകളും. മരണമാസ് എന്ന ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷനായിട്ട് പോകുന്നു. 11ാം ദിനത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 677ഓളം ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 55,000-ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തായി 35% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു 95 ലക്ഷം രൂപയോളം, അതായത് 1 കോടി 10 ലക്ഷം 1 കോടി 20 ലക്ഷം രൂപ റേഞ്ചിലാണ് സിനിമയ്ക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം 80 ലക്ഷം രൂപ അല്ലെങ്കിൽ 60-65 ലക്ഷം രൂപ നേടിയിരുന്ന ചിത്രം ഒറ്റയടിക്ക് 1 കോടിക്ക് മുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്ന ഒരു സുവർണ ദിവസമായി മാറിയിരിക്കുന്നു. ഇന്നലെ വരെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 12 കോടിയാണ് നേടിയതെങ്കിൽ ഇന്നത്തോടുകൂടി 13.25 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇപ്പോൾ 20 കോടിയിലേക്ക് എത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും മരണമാസ് കിടിലൻ പ്രകടനവുമായി മുന്നോട്ട് പോകുന്നു. മമ്മൂട്ടിയുടെ ഏവരും കാത്തിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ ഒരു ഈസ്റ്റർ ദിനം അതിഗംഭീരമായിട്ടുള്ള ദിനം തന്നെയാണ് സിനിമയ്ക്ക് നേടിക്കൊടുത്തത്. ഏകദേശം 550 മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 25,000 മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ 20% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 45 ലക്ഷം രൂപയോളമാണെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അതായത് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 70-75 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ അതിനകത്ത് ടച്ച് ചെയ്യുന്നത് മാത്രമാണെങ്കിൽ ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ 75 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. സിനിമ ഇന്നലെ വരെ നേടിയത് 15 കോടിയാണ് കേരള ബോക്സ് ഓഫീസിലെങ്കിൽ ഇപ്പോൾ 15.25 കോടി, അതായത് 16 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് സിനിമ 27.5 കോടി കടന്നിരുന്നു, ഇപ്പോൾ 29 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന. തുടങ്ങിയ ദിനം മുതൽ അങ്ങോട്ട് കളക്ഷൻ കൂടി വരുന്ന ഈ ഒരു ചിത്രം ഇന്നലെ, അതായത് 11ാം ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതിനകത്തിൽ വെച്ച് സെക്കൻഡ് ഹയസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹയസ്റ്റ് കളക്ഷനിലേക്ക് എത്തുകയാണ് സിനിമ. 6ാം ദിവസമായിരുന്നു സിനിമയ്ക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം 2 കോടി 65 ലക്ഷം രൂപ കളക്ഷനായി വന്നത്. സിനിമയ്ക്ക് ഇന്ന് അല്ലെങ്കിൽ നമുക്ക് 12ാം ദിവസം നോക്കുമ്പോൾ 11ാം ദിവസത്തെ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറെക്കുറെ അതിന് മുകളിൽ അല്ലെങ്കിൽ അതിനോട് സമാനമായി 1045ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1,70,70,000 മുകളിൽ ആളുകൾ ടിക്കറ്റ് എടുത്തു. 55% ഒക്യുപ്പൻസിയിൽ 22ഓളം ഹൗസ്ഫുൾ ഷോകളും 353ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും 131ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമായി സിനിമ നേടിയിരിക്കുന്നത് 3.25 കോടിക്ക് മുകളിലാണ് എന്നുള്ള കളക്ഷനാണ്. അതായത് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള 34 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു സന്തോഷകരമായ വാർത്ത. വേൾഡ് വൈഡായിട്ട് സിനിമ 50 കോടിയിലേക്ക് ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് ടച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും മിന്നുന്ന പ്രകടനം തന്നെയാണ് 3 സിനിമയ്ക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നസ്ലിൻ്റെ രണ്ടാമത്തെ 50 കോടി എന്നുള്ളതാണ് മാക്സിമം. നാളെ ഒരു ദിവസം കൂടിയാണ് വേണ്ടത്. ഒരുപക്ഷെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ വരുമ്പോൾ 50 കോടി സിനിമ ടച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. മോഹൻലാലിൻ്റെ എമ്പുരാൻ 24 ദിനങ്ങൾ പിന്നിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ സിനിമയ്ക്ക് 86 കോടിയാണ് നേടിയിരിക്കുന്നതായി പറയുന്നത്. അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ 3 കോടി 66 ലക്ഷം രൂപ കൂടി സിനിമയ്ക്ക് വേണം. 4 ദിവസമാണ് സിനിമയ്ക്ക് ബാക്കി നിൽക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നോക്കാനായിട്ട്. മോഹൻലാൽ ആരാധകർ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ തീർച്ചയായും അത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും. കാരണം 4 ദിവസം കഴിഞ്ഞാൽ OTTയിലേക്ക് സിനിമ വിടുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് സിനിമയ്ക്ക് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാര്യവും. എന്താണെങ്കിലും എമ്പുരാൻ 25 ദിനങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി മാറുമ്പോൾ 213ഓളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു 213 ഷോകളിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമ ഇന്നും അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റർ ദിനത്തിലും നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമ അതിഗംഭീരമായി കുതിച്ചുയരുന്നു. വിഷു റിലീസായി വന്ന സിനിമകൾ മാത്രം 100 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു. ഗ്രേറ്റ് മീഡിയാസ്.